ഹലോ ഗൈസ്, എൻ്റെ പേര് ഗോവർദ്ധൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന GKBHD. ഇത് ആക്ച്വലി എൻ്റെ മലയാളം ചാനലാണ്. എൻ്റെ മെയിൻ ചാനൽ ടെക് ഇന്ത്യ എന്ന പേര്. അതൊരു ഇംഗ്ലീഷ് ചാനലാണ്. സോ ഇപ്പോൾ എന്നോട് കുറേ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞായിരുന്നു ഇപ്പം മലയാളത്തിൽ കണ്ടൻറ്റ് ഇടണം, മലയാളം ചാനൽ തുടങ്ങണമെന്ന്. സോ ഞാൻ അതിൽ തന്നെ മലയാളം ഇടുന്നില്ല. അതുകൊണ്ട് പുതിയൊരു ചാനൽ തുടങ്ങിയതാണ് മലയാളത്തിന് വേണ്ടി. അപ്പോൾ ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ഗോഡോക്സിൻ്റെ ഒരു സോഫ്റ്റ് ബോക്സ് ആണ്. Godox SB-UB. ഗൈസ് മോഡൽ നെയിം ഗൈസ് 1 മിനിറ്റ്. ഓക്കെ, നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ഗോഡോക്സിൻ്റെ SB-UBW80 എന്ന് പറഞ്ഞൊരു ഒക്ടഗണൽ സോഫ്റ്റ് ബോക്സ് ആണ്. പേര് തന്നെ കേൾക്കുമ്പോൾ അറിയാം, ഇതൊരു ഒക്ട സോഫ്റ്റ് ബോക്സ് എന്നാണ് ഈ മോഡലിൻ്റെ പേര്. അങ്ങനെ വരുമ്പോൾ ഇതൊരു ഒക്ടഗോണൽ ഷേപ്പിലാണ് വരുന്നത്. ഞാൻ അടുത്ത മാസം ഒരു വീഡിയോ ചെയ്യാനിരിക്കുകയാണ് ഈ ലൈറ്റിംഗ് സെറ്റപ്പിനെ കുറിച്ചും സിനിമാറ്റിക് ലൈറ്റിങ്ങിനെ കുറിച്ചുമൊക്കെ ഒരു ബേസിക് കൂട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ലൈറ്റിങ്ങിനെ കുറിച്ച് നോക്കാം. ഇത് ഞാൻ ജസ്റ്റ് സോഫ്റ്റ് ബോക്സിൻ്റെ റിവ്യൂ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഗോഡോക്സിൻ്റെ SB-UBW80 എന്ന് പറയുന്ന ഒരു 80 സെൻറ്റിമീറ്ററിൻ്റെ സോഫ്റ്റ് ബോക്സ് ആണ്. ഓക്കെ, ഞാൻ ഇത് കറൻ്റ് ഇപ്പോൾ ഓണാക്കി വെച്ചേക്കുന്ന ഗോഡോക്സിൻ്റെ സെയിം സോഫ്റ്റ് ബോക്സ് ആണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഇത് നേരത്തെ അൺബോക്സ് ചെയ്തായിരുന്നു. നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞില്ല എനിക്കൊരു ഇംഗ്ലീഷ് ചാനലുണ്ടെന്ന്. അപ്പോൾ അത് ഞാൻ 1 വീക്ക് മുമ്പേ ഒരു അൺബോക്സിങ് ഇട്ടായിരുന്നു, റിവ്യൂ ഇട്ടായിരുന്നു. ഓക്കെ, ഞാനിവിടെ എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു 45 ഡിഗ്രി ആംഗിൾ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ 45 എന്ന് പറഞ്ഞാൽ ഇപ്പം ചിലവർക്ക് ഫ്രണ്ടിൽ നിന്ന് ലൈറ്റിങ് വെക്കും. അപ്പോൾ നമുക്കൊരു ഫ്ലാറ്റ് ലൈറ്റിങ്ങാണ് കിട്ടുന്നത്, ഒരു സിനിമാറ്റിക് ഡെപ്ത് കിട്ടത്തില്ല. സോ നമ്മൾ ഈ സൈഡിൽ നിന്ന് വെക്കുമ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ ലൈറ്റിങ്ങും വരും, ഇവിടെ നല്ല ഷാഡോയും വരും. നിങ്ങൾക്കിപ്പോൾ സോഫ്റ്റ് ബോക്സിൻ്റെ ഒരു കറക്റ്റ് ഓവർവ്യൂ കാണാൻ ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഈ ലൈറ്റ്. സോഫ്റ്റ് ബോക്സ് ഇല്ലാതെ എൻ്റെ റൂമിലെ കറൻ്റ്ലി ഉള്ള ലൈറ്റ്. ഇവിടെ ഇപ്പം ഞാൻ ഫിൽ ലൈറ്റ് ഈ റൈറ്റ് സൈഡിൽ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഹെയർ ലൈറ്റും ഉണ്ട്, പിന്നെ എൻ്റെ PC-യിലെ ലൈറ്റും കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്നെ നിങ്ങൾക്ക് നല്ലതായിട്ട് കാണത്തില്ല, ബിക്കോസ് കീ ലൈറ്റ് ഇവിടെ ഓൺ അല്ല. ഓക്കെ, നമ്മളിപ്പോൾ ലൈറ്റും സോഫ്റ്റ് ബോക്സും കൂടെ ഓൺ ആക്കുമ്പോൾ കണ്ടോ നല്ലൊരു ഡിഫറൻസ് ആണ് ഉണ്ടാക്കുന്നത്. സോ സോഫ്റ്റ് ബോക്സിൻ്റെ യൂസ് തന്നെ ഇതാ, കുറച്ചുകൂടെ ഫ്ലാറ്റ് ലുക്കിങ്ങിൻ്റെ കാട്ടി കുറച്ചുകൂടെ സിനിമാറ്റിക് ആയിട്ട് നമുക്ക് ലൈറ്റിങ് കിട്ടും. നമുക്ക് എന്തായാലും ഇതിൻ്റെ റിവ്യൂലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഗോഡോക്സിൻ്റെ ബ്രാൻഡിങ് അവരുടെ വെബ്സൈറ്റും അവർ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ ബാഗ് ഇൻക്ലൂഡ് ചെയ്ത നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് പുറത്ത് എവിടെയെങ്കിലും ഔട്ട്ഡോർ ഷൂട്ടിനോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കിനോ പോകുകയാണെങ്കിൽ നിങ്ങളിത് കവർ ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ കൈ പിടിച്ചുകൊണ്ട് പോകേണ്ടി വരും. ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സൈസിലുള്ള ബാഗ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഇട്ടുകൊണ്ട് പോയാൽ മതി. ഓക്കെ, പിന്നെ ഈ ബാഗ് തന്നെ നോക്കുകയാണെങ്കിൽ ഇതൊരു വെൽക്രോ ടൈപ്പ് ബാഗാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂസിങ്ങും കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും. നിങ്ങളിപ്പം സിബ് ഒന്നും ഊരി കഷ്ടപ്പെടേണ്ട, ജസ്റ്റ് ഇങ്ങനെ പുള്ള് ചെയ്ത് പുഷ് ചെയ്ത് അത്രേ ഉള്ളൂ. ഫസ്റ്റ് തന്നെ നമ്മൾ ബാഗിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗോഡോക്സിൻ്റെ അംബ്രല്ലയാണ് ലഭിക്കുന്നത്. ഓക്കെ, അതവിടെ മാറ്റി വെക്കാം. സെക്കൻഡ് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു ഡിഫ്യൂസർ ഒരു പ്ലാസ്റ്റിക് പാക്കറ്റിൽ കിട്ടുന്നുണ്ട്, പിന്നെ ഒരു സിലിക്ക ജെല്ലും കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡിഫ്യൂസർ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, ഇത് നമ്മുടെ വൈറ്റ് കളറുടെ ഡിഫ്യൂസർ. ഈ ഡിഫ്യൂസർ നമ്മൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഗോഡോക്സിൻ്റെ സോഫ്റ്റ് ബോക്സിൽ റിഫ്ലക്റ്റ് ആയി വരുന്ന ലൈറ്റിനെ സോഫ്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയാണ് ഡിഫ്യൂസർ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഡിഫ്യൂസർ ക്ലോത്ത് നോക്കുകയാണെങ്കിൽ ഇതൊരു വെൽക്രോ ടൈപ്പാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാഗ് കൂട്ട് തന്നെ ഇതും നമുക്ക് അറ്റാച്ച് ചെയ്യാനും ഊരാനും സിമ്പിളായിരിക്കും. ഇനി നമുക്കിതൊരു ലൈറ്റ് സ്റ്റാൻഡ് മൗണ്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ സ്റ്റാൻഡ് അഡ്ജസ്റ്റ് ചെയ്യുക, പിന്നെ ഈ ബൾബ് ഒക്കെ ഒരു മൗണ്ട് വേണം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഇത് അംബ്രല്ല എടുക്കാം ഗോഡോക്സിൻ്റെ. ഓക്കെ, ഇതൊരു അംബ്രല്ല ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒരു അംബ്രല്ല ഓപ്പൺ ചെയ്യുന്ന കൂട്ടന്നെ ഓപ്പൺ ചെയ്താൽ മതി. അതങ്ങ് അറ്റത്താകുമ്പോൾ ഒരു ക്ലിക്ക് സൗണ്ട് ഉണ്ട്, അപ്പോൾ ലോക്കാന്ന് നമുക്കറിയാൻ പറ്റും. കണ്ടോ, അവിടെ സെൻട്രലായിട്ടൊരു ലോക്കുണ്ട്. പിന്നെ നമ്മളതിൽ നോക്കുവാണെങ്കിൽ ഒരു സിബ് കാണാം. ഇപ്പം നമ്മളിത് വേറെ ടൈപ്പ് അംബ്രല്ല ടൈപ്പ് സോഫ്റ്റ് ബോക്സാണ്. നമ്മുടെ എക്സ്പെൻസീവ് ലൈറ്റ്സ് ഒന്നും അതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെയൊക്കെ ബാക്കിൽ ഒരു തുള കൂട്ടാണ് വരുന്നത്, അതിലാണ് നമ്മൾ ലൈറ്റ് കണക്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മുടെ ബൾബ് കൂട്ടുള്ള ടൈപ്പ് ബൾബ് അല്ലെങ്കിൽ LED പല്ല അതിനൊക്കെ യൂസ് ചെയ്യാൻ. ഓക്കെ, ഞാൻ ഇതിപ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്ന കൂട്ട് തന്നെ നിങ്ങൾക്ക് ഇത് മൗണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ഈ ലൈറ്റ് എല്ലാം വെക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ സ്ക്രൂ എല്ലാം നല്ല ടൈറ്റ് ആണോ നോക്കണം. പിന്നെ താഴെ വീണ് പൊട്ടിയെന്ന് പറഞ്ഞ് എന്നെ ഒന്നും പറയില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഡിഫ്യൂസർ ക്ലോത്ത് കണക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ഒരു വെൽക്രോ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്യാം. ജസ്റ്റ് ആ വെൽക്രോയും സോഫ്റ്റ് ബോക്സിലെ വെൽക്രോയും ഇതിലെ വെൽക്രോയും ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വിട്ടാൽ മതി, അത്രേ ഉള്ളൂ കാര്യം. ജസ്റ്റ് കറക്റ്റ് പൊസിഷൻ ഇറങ്ങിയിട്ട് അങ്ങോട്ട് ജസ്റ്റ് പേസ്റ്റ് ചെയ്താൽ മതി.
ഇപ്പോൾ നമ്മൾ സോഫ്റ്റ് ബോക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സോഫ്റ്റ് ബോക്സ് ഇല്ലാതെ ഒരു ലൈറ്റ് മാത്രമായിട്ട് ലെഫ്റ്റിൽ നിന്ന് വെക്കാൻ പറ്റും. പക്ഷേ ഈ ലൈറ്റ് വെക്കുകയാണെങ്കിൽ അതൊരു ഹാർഡ് ലൈറ്റാണ് വരുന്നത്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ എക്സാമ്പിൾ കാണാം. ഓക്കെ, ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു സോഫ്റ്റ് ബോക്സ് ഇല്ലാതെ ലൈറ്റിങ് വെക്കുന്നത്. ഇത് നിങ്ങൾക്ക് മുഖം നല്ല ഹാർഷായിട്ടും നല്ല ഹാർഡ് ലൈറ്റുമാണ് വരുന്നത്. അത് നിങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിൽ നല്ല ഷാഡോസ് ഒക്കെ നല്ല കട്ടിക്കായിരിക്കും വരുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ് ബോക്സും കൂടെ വെച്ച ഒരു ലൈറ്റിംഗ് സെറ്റപ്പാണ്. ഇതാകുമ്പോൾ നിങ്ങൾക്കൊരു ഫ്ലാറ്റ് ലുക്കിംഗ് അല്ല, അതും സോഫ്റ്റായിട്ട് ലൈറ്റ് കിട്ടുന്നത്. സ്കിന്നെല്ലാം സോഫ്റ്റായിട്ടേ കാണത്തുള്ളൂ. അത് ഓപ്പോസിറ്റ് സൈഡിലെ ഷാഡോസ് എല്ലാം കുറവായിരിക്കും. ഓക്കെ ഗൈസ്, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സോഫ്റ്റ് ബോക്സിൻ്റെ അകമാണ്. ഇപ്പം കണ്ടോ, ആ ലൈറ്റ് നമ്മൾ അങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് അത് അലൂമിനിയം ഫോയിൽ റിഫ്ലക്റ്റ് ആയാണ് തിരിച്ചു വരുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് എൻ്റെ കൈ ഒന്ന് വെച്ച് കാണിക്കുക. ഇപ്പം കണ്ടോ, കയ്യിൽ ഒരു ഹാർഡ് ലൈറ്റിങ്ങാണ് വരുന്നത്. ഇനി നമുക്ക് ആ ഡിഫ്യൂസർ മൗണ്ട് ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. ഓക്കെ ഗൈസ്, ഒരു മിനിറ്റ്. ഇപ്പം കണ്ടോ, നിങ്ങൾക്ക് നേരത്തെ കണ്ടതിൻ്റെക്കാട്ടി കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റാണ് കിട്ടുന്നത്. മറ്റേതിൻ്റെ കൂടെ ഒരു ഫ്ലാറ്റ് ലുക്കിങ്ങും അല്ല, കുറച്ചുകൂടെ സിനിമാറ്റിക് ആയിട്ട് ഇപ്പം കിട്ടുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ ഒരു കൺക്ലൂഷൻ കൂട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഈ സോഫ്റ്റ് ബോക്സ് വരുന്ന ഒരു അബൌട്ട് 2000 റേഞ്ചിലാണ്. എനിക്കൊന്ന് ആമസോണി 1900 സംതിങ്ങാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രൈസിൽ കിട്ടാവുന്നത് ഏറ്റവും നല്ലൊരു ബ്രാൻഡിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു സോഫ്റ്റ് ബോക്സ് ആണിത്. അതും ഗോഡോക്സ് എന്ന് പറഞ്ഞ ഒരു മികച്ച ബ്രാൻഡിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ സോഫ്റ്റ് ബോക്സ് കിട്ടുന്നത്. സോ നിങ്ങളൊരു 2000 രൂപയുടെ താഴെയുള്ള ബഡ്ജറ്റ് ഈ സോഫ്റ്റ് ബോക്സ് നോക്കുവാണെങ്കിൽ ഇത് തന്നെ നല്ല ചോയ്സ്. പിന്നെ ഗൈസ്, നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ എന്തായാലും നേരത്തെ പറഞ്ഞു തൊട്ട് തന്നെ അടുത്ത മാസം ഒരു വീഡിയോ ഇടുന്നുണ്ട്. അതിലാണെങ്കിൽ ഫുൾ ബേസിക് ലൈറ്റിംഗ് സെറ്റപ്പ് നിങ്ങളെ കാണിക്കും. സോ നിങ്ങളൊരു യൂട്യൂബറോ വ്ളോഗറോ ആണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതായിട്ട് യൂസ് ആകും. ഓക്കെ ഗൈസ്, അപ്പോൾ ആ വീഡിയോ കാണാൻ നിങ്ങൾ എന്തായാലും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനും പിന്നെ അതിൻ്റെ അടുത്തുള്ള ടിങ് ടിങ്ങൂടെ ഒന്ന് അടിച്ചു വിട്ടേക്കണം. ഓക്കെ ഗൈസ്, താങ്ക് യു. ക്യാച്ച് യു ഗൈസ് ഓൺ ദി നെക്സ്റ്റ് വീഡിയോ. പീസ്.